നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭൂരിപക്ഷം സീറ്റുകളിലും BJP വളരെ കൃത്യമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. 5000-ന് മുകളിൽ പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുമ്പോൾ, എന്നാൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളാകട്ടെ അവർ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ വളരെ പുറകിലോട്ടാണ്. പല സ്ഥാനാർത്ഥികളും 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. BJP ഡൽഹി പിടിക്കും എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കൃത്യമായ ലീഡോടുകൂടി തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ഡൽഹി വർഷങ്ങളോളം ഭരിച്ചിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് വട്ടപൂജ്യമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായി തെറ്റി ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് ദോഷകരമായി സംഭവിച്ചു കാണാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കും അതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡിനുമൊക്കെ തന്നെ ഇതിന് ഉത്തരം പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഹൈക്കമാൻഡും ഒക്കെ തന്നെ ഇതിനെന്ത് വിശദീകരണമാണ് നൽകുക എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമല്ല. BJPയെ സംബന്ധിച്ച് അവർ രാജ്യതലസ്ഥാനം കൂടി പിടിച്ചതോടെ കൂടുതൽ സുരക്ഷിതമായ നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. നിരവധി മണ്ഡലങ്ങൾ അവർ ലീഡ് ചെയ്യുമ്പോൾ അവിടെ ഏതാണ്ട് അവർ വിജയം ഉറപ്പിച്ച മട്ട് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഫലം ഇനി മണിക്കൂറുകൾക്കകം പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തത ലഭിക്കും. എങ്കിലും ഈ സീറ്റുകളൊക്കെ തന്നെ, അതായത് 40-ലധികം സീറ്റുകൾ, 36 സീറ്റുകൾ മതി ഡൽഹി ഭരിക്കാൻ, 70 സീറ്റുകളാണ് മൊത്തത്തിൽ ഡൽഹി നിയമസഭയിലുള്ളത്. ഏതായാലും 40-ലധികം സീറ്റുകളിൽ BJP വ്യക്തമായ ലീഡ് നിലനിർത്തുന്നതോടുകൂടി അവർ ഭരണത്തിലെത്തുമെന്നുള്ളത് ഉറപ്പായി. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് BJPയുടെ ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്.